നമസ്കാരം. ഇന്ന് രാവണൻ ലങ്കയിലെ രാജാവായ കഥ കേൾക്കാം. ഇത് കുട്ടിപ്പുരാണം. പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടുനോക്കൂ. രാവണനും സഹോദരന്മാരും വരങ്ങളെല്ലാം നേടി അമ്മയുടെ കൂടെ സുഖമായി കഴിയുകയായിരുന്നു. അപ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞ് രാവണൻ്റെ അമ്മാവന്മാരും മുത്തച്ഛൻ സുമാലിയും അവരുടെ അടുത്തേക്ക് വന്നു. എല്ലാവരും സന്തോഷത്തോടെ കഴിയുമ്പോൾ ഒരു ദിവസം രാവണൻ്റെ അമ്മാവൻ പ്രഹസ്തൻ രാവണനോട് പറഞ്ഞു, നമ്മുടെ രാക്ഷസകുലത്തിൻ്റെ നാട് ശരിക്കും ലങ്കാപുരമാണ്. പണ്ടു നടന്ന സുരാസുര യുദ്ധത്തിൽ മഹാവിഷ്ണുവിനെ പേടിച്ചിട്ടാണ് നമ്മുടെ പൂർവികർ പാതാള ലോകത്തേക്ക് പോയത്. മാല്യവാനും സുമാലിയും മാലിയും ഒക്കെ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്നത് അവിടെയാണ്. നമ്മളെ മഹാവിഷ്ണു അവിടുന്ന് ഓടിച്ചു വിട്ടപ്പോൾ നിന്റെ അച്ഛൻ വിശ്രവസ് തൻ്റെ മകനായ വൈശ്രവണന് താമസിക്കാനായി നൽകി. ഇപ്പോഴും നിന്റെ ചേട്ടനാണ് ലങ്കയിൽ വാഴുന്നത്. ഇതൊന്നും നിനക്കറിയില്ലേ? അങ്ങനെ രാവണൻ പ്രഹസ്തനെ തൻ്റെ ദൂതനായി ലങ്കയിലേക്ക് അയച്ചു. എന്തിനാണെന്നോ? ലങ്കാരാജ്യം തനിക്കൊഴിഞ്ഞു തരണമെന്ന് പറയാൻ. പ്രഹസ്തൻ ചെന്ന് വൈശ്രവണനോട് പറഞ്ഞു, താങ്കളുടെ അനിയനായ ദശാനനൻ പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ. ഒരു കാര്യം താങ്കളോട് പറയാൻ. രാക്ഷസന്മാരുടെ കുലാലയമാണ് ലങ്ക. ഇത്രയും നാൾ താങ്കൾ അത് നോക്കി പരിപാലിച്ചു. ഇനി ലങ്ക ഞങ്ങൾക്ക് തിരികെ തരണം. അതിനു മറുപടിയായി ധനേശൻ അഥവാ വൈശ്രവണൻ പറഞ്ഞു, രാക്ഷസരൊക്കെ ഉപേക്ഷിച്ചു പോയിക്കഴിഞ്ഞ് നോക്കി പരിപാലിക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ചതാണ്. ദശാനനൻ ഇവിടേക്ക് വരുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്. ഒന്ന് നേരിട്ട് കാണാമല്ലോ, എല്ലാവർക്കും ഒരുമിച്ചിവിടെ കഴിയാമല്ലോ. എങ്കിൽ ഞാൻ ഈ വിവരം ദശാനനനെ അറിയിച്ച് അവൻ്റെ മറുപടി അറിയിക്കാം എന്ന് പറഞ്ഞ് പ്രഹസ്തൻ അവിടെ നിന്നും പോയി. പ്രഹസ്തൻ പോയതിനു പിന്നാലെ വൈശ്രവണൻ അച്ഛൻ വിശ്രവസിൻ്റെ അടുത്തെത്തി വിവരങ്ങളെല്ലാം പറഞ്ഞു. താൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, രാവണൻ നല്ലവനല്ല, ദുഷ്ടനാണ്. അതുകൊണ്ട് നീ അവിടെ നിന്നും പോരുന്നതാണ് നല്ലത്. കൈലാസത്തിനടുത്തൊരു പുരവും തീർത്ത് സാക്ഷാൽ ശ്രീ മഹാദേവൻ്റെ ഭക്തനായി നിനക്കവിടെ കഴിയാം. അങ്ങനെ കൈലാസത്തിനടുത്ത് അളകാപുരിയിൽ വൈശ്രവണൻ മഹാദേവനെ തപസ് ചെയ്ത് കഴിഞ്ഞു. രാവണൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു. വൈശ്രവണൻ ലങ്കയിൽ നിന്നു പോയി. ഇനി താൻ എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിച്ചപ്പോൾ ബന്ധുക്കളായവരൊക്കെ പറഞ്ഞു, നീ രാക്ഷസ രാജാവാണ്, ലങ്കേശനായിട്ട് അഭിഷേകം ചെയ്യണം എന്ന്. അങ്ങനെ അമ്മയെയും സഹോദരങ്ങളെയും മുത്തച്ഛനെയും അമ്മാവന്മാരെയും എന്നു വേണ്ട സകല ബന്ധുക്കളെയും കൂട്ടി രാവണൻ ലങ്കയിലെത്തി. ലങ്കേശനായി അഭിഷേകവും ചെയ്തു.